അസ്സലാമലൈക്കും, നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. വെൽക്കം ടു സനാമാസ് ലിറ്റിൽ വേൾഡ്. എന്നെ കണ്ടിട്ട് പേടിക്കണ്ട കേട്ടോ. ഞാൻ ഇന്ന് സത്യം പറഞ്ഞാൽ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇൻട്രോ എടുക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് പൊടിക്കൈകളൊക്കെ ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഒരു പാക്കാണ്. അതിനെക്കുറിച്ച് ഞാൻ പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് ഒരു തട്ടിക്കൂട്ടൽ ലഞ്ച്. വളരെ കുറഞ്ഞ രീതിയിൽ നമുക്ക് എങ്ങനെ ഒരു ലഞ്ച് തട്ടിക്കൂട്ടാം, അതും വളരെ ടേസ്റ്റ്ഫുൾ ആയിട്ട്. ഓക്കെ, അങ്ങനെ കുറച്ച് കുഞ്ഞു 2-3 ഡിഷസ് എല്ലാം കൂടെ ചേർത്തത് ഒരു കോമ്പിനേഷൻ ലഞ്ചാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ തൽക്കാലം എന്താ പറയേണ്ടത്, ഡ്രൈ ആവുന്നത് കേട്ടോ. ഉണ്ടോ, നല്ലൊരു പാക്കാണ് കേട്ടോ. ഇത് നല്ല റിസൾട്ട് ഉണ്ട്. എനിക്കത് ഇട്ടിട്ട് നല്ല റിസൾട്ടാണ്. ഞാനൊരു 1.5 വർഷം കൊണ്ട് ഉപയോഗിക്കുന്നുണ്ട്. ഡ്രൈ ആവുന്നുണ്ട്. ഡ്രൈ ആവുന്നതിന് മുമ്പ് നമ്മളത് വാഷ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്താ പറയാ, നമുക്ക് ആ കോമ്പിനേഷൻ ലഞ്ചൊക്കെ ഒന്ന് കണ്ട് എല്ലാവരോടും ബൈയൊക്കെ പറഞ്ഞ് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ലോക്ക്ഡൗൺ ഡേ ചലഞ്ച് എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിൽ ഉൾപ്പെടുന്ന ഒരു ഡിഷാണ്. വളരെ പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കാവുന്ന ഇഞ്ചിപ്പുളി. വളരെ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കുന്ന രീതിയിൽ എങ്ങനെയാണ് ഇതൊന്ന് കുക്ക് ചെയ്യുക എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇഞ്ചി കുറച്ച് 2 വലിയ കഷ്ണം ഇഞ്ചി, കുറച്ച് ചെറിയ ഉള്ളി, പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതെല്ലാം കൂടെ ഒരുമിച്ച് തന്നെ ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുക്കുക. വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കേണ്ടത്. ഇഞ്ചിക്കറിക്കൊക്കെ നാടൻ ഡിഷുകൾക്കെല്ലാം നമ്മൾ വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, പിന്നെ നല്ലതുപോലെ ആദ്യം കുറച്ച് ടൈം ഹൈ ഫ്ലെയിമിൽ, പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ട് നല്ലപോലെ ബ്രൗണിഷ് കളർ ആവുന്നത് വരെ ഫ്രൈ ആക്കി എടുക്കാം. അതിനുശേഷം പിന്നെ അടുത്ത പ്രോസസ്സിങ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇഞ്ചിയെല്ലാം നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഈ ഒരു കളർ മതി കേട്ടോ. ഇതിനേക്കാൾ ഡാർക്കായാൽ കരിഞ്ഞു പോകും. കുറച്ച് ക്വാണ്ടിറ്റിയാണ്, ഒരു ദിവസത്തേക്കുള്ള ഇഞ്ചിപ്പുളിയാണ് വയ്ക്കുന്നത്. ഇത് ലൂസായിട്ടാണ് വയ്ക്കുന്നത്. ഇനി നമുക്കിതിനെ നല്ലതുപോലെ ഒന്ന് തണുത്തതിന് ശേഷം ഫൈനായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഇഞ്ചിക്കറിയുടെ അടുത്ത പ്രോസസ്സിങ്ങിലേക്ക് കിടക്കാം. അതിലേക്ക് ആദ്യം കുറച്ച് കടുകിട്ട് കൊടുക്കുക, പച്ചമുളക് ഇട്ട് കൊടുക്കുക, കറിവേപ്പില ക്ഷാമം ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടി ഈ ടൈമിൽ ഇട്ട് കൊടുത്തിട്ട് കുറഞ്ഞ ടൈമിലിട്ട് പിന്നെ ചെറിയ രീതിയിൽ കറിവേപ്പിട്ട് മുളകും കൂടെ ഫ്രൈ ആക്കിയതിന് ശേഷം ഒരു പിഞ്ച് പുളിയാണ് കേട്ടോ, അതിൻ്റെ വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആ പുളിവെള്ളത്തിലേക്ക് ഞാൻ എടുത്ത ഇഞ്ചിയുടെ ക്വാണ്ടിറ്റി നിങ്ങൾ കണ്ടതാണല്ലോ. കുറച്ച് ഇഞ്ചിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് കുറച്ച് മസാലകൾ മാത്രമേ വേണ്ടി വരൂ. ഈ ഒരു സ്പൂണിൽ ഇത്ര മുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അത്ര കൂടി വേണ്ട കേട്ടോ. കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾ. ഓക്കെ, ഉലുവയുടെ പൊടി ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഉലുവയുടെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ ഉലുവ ആ ഇഞ്ചിയും ഉള്ളിയും കൂടി ഫ്രൈ ആക്കുന്ന സമയത്ത് കുറച്ച് ഉലുവ അതിൽ കൂടി തന്നെ ആഡ് ചെയ്തിരുന്നു. അതുകൊണ്ട് എൻ്റെ കയ്യിൽ ഉലുവയുടെ പൊടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തത്. ഓക്കെ, ഇതിനെ ഒന്ന് കുറഞ്ഞ ഫ്ലെയിമിലിട്ട് ഒന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് ആ ഫൈനായിട്ട് അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് പെട്ടെന്ന് തയ്യാറാക്കുന്നത് കേട്ടോ. വളരെ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഇഞ്ചിക്കറിയാണ്. വളരെ ഒതൻറ്റിക്കായിട്ടൊന്നും ഞാൻ ചെയ്യുന്നതല്ല, മനസ്സിലായോ? പെട്ടെന്ന് നമുക്കൊരു വീട്ടിൽ തട്ടിക്കൂട്ടാൻ പറ്റുന്ന ഒരു ഇഞ്ചിക്കറിയാണ്. ഞാൻ ഒരുവിധം വലിയ ചെറിയ ജാർ, ഞാൻ പറഞ്ഞില്ലേ കംപ്ലൈൻ്റ് ആണെന്ന്, വലിയ ജാറിലിട്ടാണ് മാക്സിമം നല്ലതുപോലെ ഫൈനായിട്ട് അരച്ചിട്ടുണ്ട്. അതിനെ കൂടെ ഈ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വെള്ളത്തിൻ്റെ അളവ് നോക്കണം കേട്ടോ. ഒത്തിരി ലൂസ് ടൈപ്പ് ഒരു കറിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സ്വല്പം കൂടി നമുക്ക് മുളക് പൊടി ആഡ് ചെയ്യാം കേട്ടോ. മുളക് പൊടി കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം.
ആവശ്യത്തിന് ഉപ്പ്, ലാസ്റ്റ് ലേശം ശർക്കരയോ പഞ്ചസാരയോ ഒന്ന് ബാലൻസ് ചെയ്യാനാട്ടാ. അത് ഭയങ്കര ടേസ്റ്റാണ്. ഇതിൽ കൂടി നമുക്ക് കുറച്ചുകൂടി വെള്ളം കൂടി ആഡ് ചെയ്ത് അതിനെ ഒരു കുറഞ്ഞ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇഞ്ചിപ്പുളി ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള നമ്മളെ ലോക്ക്ഡൗൺ കാല ഇഞ്ചിപ്പുളി, പെട്ടെന്നുള്ള ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഇഞ്ചിപ്പുളി റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല മണമുണ്ട്, കറക്റ്റ് എരിവ്. ഇത് സ്വല്പം പഞ്ചസാര ഇടുന്ന കാര്യം മറക്കല്ലോ കേട്ടോ. ഞാൻ ശർക്കരയല്ല ഇട്ടത്, ഞാൻ പഞ്ചസാര ഇട്ടത്. ഇതിൻ്റെ കൂടെ നമുക്ക് വേറെ ഒരു ഒഴിച്ചു കൂട്ടാനും കൂടി ആക്കി ചെറിയ 1-2 ഐറ്റംസും കൂടെ ചേർത്ത് ഇന്നത്തെ ലഞ്ചിനെ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കാണാം. ഓക്കെ, ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അങ്ങനെ പെട്ടെന്ന് നമുക്ക് ചെയ്യാം. വലിയ ഇഞ്ചിക്കറി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു തയ്യാറെടുപ്പാണ്, ഭയങ്കര ടൈം എടുത്ത് നമ്മൾ ചെയ്യുന്ന ജോലി കേട്ടാ തോന്നുക. നല്ല മണം കേട്ടോ, സംഭവം സൂപ്പറാണ്. ഇതുപോലെ നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ടൊക്കെ അങ്ങ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനൊരു വലിയൊരു ഭാരമായിട്ട് തോന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. ഇന്ന് മീൻകറി ഇല്ല കേട്ടോ, കുറച്ച് മീൻ കിട്ടി, ഒരു 4-5 മീൻ കിട്ടി, അത് ഫ്രൈ ആക്കുവാണ്. നമുക്ക് ഇന്ന് മെയിനായിട്ട് ഞാൻ എടുക്കുന്നത് വെണ്ടയ്ക്ക കൊണ്ടുള്ള ഒരു ഒഴിച്ചുകറിയാണ്. അതിൻ്റെ പ്രോസസ്സിങ് കൂടി ഞാൻ കാണിക്കാം. ഓക്കെ, വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം വെണ്ടയ്ക്ക ഉണ്ടല്ലോ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ശാലോ ഫ്രൈ, ഒരുപാട് ഫ്രൈ ആവണ്ട, ശാലോ ഫ്രൈ. വെണ്ടയ്ക്ക കുറച്ചുകൂടി ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. എൻ്റെ കയ്യിൽ ഇത്ര വെണ്ടയ്ക്ക ഉണ്ടായിരുന്നുള്ളൂ, ഒരു പരിചയം ഉള്ളത് കൊണ്ട് വയ്ക്കാമെന്ന് കരുതിയിട്ടാണ് ഇത്ര വെണ്ടയ്ക്ക തന്നെ എടുത്തത്. അത് ഉച്ചത്തേക്ക് മാത്രമാണ്, പക്ഷെ നമുക്ക് ഇത് തന്നെ ധാരാളമാണ്. അപ്പോൾ വെണ്ടയ്ക്ക ഒന്ന് ശാലോ ഫ്രൈ ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് എന്താ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ആ പാനിലേക്ക് കുറച്ച് സവാള, തക്കാളി, പച്ചമുളക് അതും ആദ്യം ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം കുറഞ്ഞ ഫ്ലെയിമിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം അതിലേക്കുള്ള കുറച്ച് മസാലകളും ചേർത്ത് വെണ്ടയ്ക്കയും ചേർത്ത് നല്ല ഒരു ഒഴിച്ച് കറി, നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ഇന്നത്തെ ഇതിൻ്റെ ലഞ്ച് കോമ്പിനേഷനും കൂടി നിങ്ങൾ നോക്കുക. നമുക്ക് മീൻകറി ഇല്ലാതെ വളരെ മീൻകറി കഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ലഞ്ച് കോമ്പിനേഷനാണ്. ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഇതിൻ്റെ കൂടെ ഒരു കുഞ്ഞൊരു പീസ് ഇഞ്ചി ഇടാം, വെളുത്തുള്ളി ഇടാം, അതും കൂടെ ഞാൻ ഇടട്ടെ കേട്ടോ. എൻ്റെ കൈ ഒരു ഫോൺ ഇരിക്കുന്നത് ആ പ്രശ്നം, വീഡിയോ എടുക്കാൻ ആളില്ലാത്തതുകൊണ്ട് ഒരു കൈ വെച്ച് ചെയ്യുന്നതുകൊണ്ടാണ്. ഇതിലേക്ക് ഒരു കുഞ്ഞ് വെളുത്തുള്ളി സ്ലൈസ് ചെയ്ത് ഒരു കുഞ്ഞ് ഇഞ്ചി, ആ സവാളയുടെ കൂട്ടിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിരുന്ന വെണ്ടയ്ക്കയും കൂടി ഇട്ട് കൊടുത്ത് കുറഞ്ഞ ഫ്ലെയിമിൽ കുറച്ച് സമയം കുക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ കുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ സാധാരണ മീൻ കറി വയ്ക്കത്തില്ലേ, അതുപോലെ തന്നെ ഇതിൽ നമുക്ക് കുറച്ച് 1/2 സ്പൂൺ മുളക് പൊടി, ഏകദേശം അത്ര തന്നെ മല്ലിപ്പൊടി, ഓക്കെ, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മീൻ കറിക്ക് നമ്മൾ മീനിടുന്നതിന് പകരം മീനിനെ വെണ്ടയ്ക്കയായിട്ട് സങ്കല്പിക്കുക. ഇത് ഓരോ പീസ് മീനാണ് കിടക്കുന്നത്, വെണ്ടയ്ക്ക നമ്മൾ മീനായിട്ട് സങ്കല്പിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് മീൻ കറിയുടെ ഒരു ഫീൽ കിട്ടും. ഇതൊക്കെ സൈക്കോളജിക്കൽ മൂവ്മെൻറ്റാണ്. ഓക്കെ, ഈ ടൈമിൽ ഒരു തേങ്ങയുടെ ഹാഫ് പോർഷൻ തികച്ചെടുത്തിട്ടില്ല കേട്ടോ, അത് ഓപ്ഷണലാണ് കേട്ടോ. തേങ്ങ ചേർക്കാതെ വെറും തൈര് മാത്രമായിട്ടും നമുക്ക് ഇതിനെ കറിയാക്കി എടുക്കാം. ഞാൻ കുറച്ച് തേങ്ങയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. തേങ്ങ ഒഴിച്ച് തേങ്ങ നല്ലപോലെ ഫൈനായിട്ട് അരച്ച തേങ്ങ ഇതിലേക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തതിന് ശേഷം നമുക്ക് കുറഞ്ഞ ഫ്ലെയിമിലിട്ട് ഇതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം.
ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കണം കേട്ടോ. നമുക്ക് ഇതിൽ ലാസ്റ്റ് നമുക്ക് തൈര് കൂടി ആഡ് ചെയ്യണം. അതുകൊണ്ടാണ് തക്കാളി കുറച്ച് ചേർത്താൽ മതി. ഒരു ഹാഫ് പോർഷൻ തക്കാളിയെ ഞാൻ ഇതിൽ ചേർത്തിട്ടുള്ളൂ. നല്ലൊരു കറിയാണ് കേട്ടോ, ചോറിൻ്റെ കൂടെ നല്ലൊരു കറിയാണ്. ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് കടുകും പച്ചമുളകും താളിച്ച് ഒഴിച്ചതിന് ശേഷം നമുക്ക് എന്താ പിന്നെ ചേർക്കേണ്ടത്? നല്ലതുപോലെ ബീറ്റ് ചെയ്ത് വെച്ച കട്ട തൈര്. ഈ സമയത്ത് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യണം കേട്ടോ. തൈര് ഒഴിക്കുമ്പോഴത്തേക്ക് ഫ്ലെയിം ഉണ്ടാകാൻ പാടില്ല. ആ തൈര് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ഒരു സൂപ്പർ ഒരു പൊളിക്കറിയാട്ടാ. അപ്പോൾ മീൻകറി ഇല്ലാത്ത ദിവസങ്ങളിൽ നമുക്ക് ഇങ്ങനെയുള്ള കറികൾ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഹലോ ഡിയേഴ്സ്. എൻ്റെ പുത്രൻ എന്നെ ഇതിൻ്റെ അടിയിൽ കുടുക്കിയിരിക്കുകയാണ്. എൻ്റെ അടുത്ത് പറയണേ, ഞാൻ വൈറലാണെങ്കിൽ ഇതിൻ്റെ അടിയിൽ നിന്ന് ഇറങ്ങി വരണോ, ടേബിളിൻ്റെ താഴെ നിന്ന് ഇറങ്ങി വരണം. അങ്ങനെ കുടുങ്ങിയിരിക്കുക. ഓക്കെ, പുറത്തു വരട്ടെ. ഓക്കെ, ഇതാ സംഭവം. ഇവർക്കൊന്നും പിടിക്കത്തില്ല കേട്ടാ. എൻ്റെ അടുത്ത് പറയണ കാണാൻ എല്ലാം നല്ല ഭംഗിയുണ്ട്, ഇതെങ്ങനെ കഴിക്കും മീനില്ലാതെ. അടിപൊളി ഒരു കറിയാട്ടാ, സംഭവം സൂപ്പറാ. നമ്മളെ വെണ്ടയ്ക്ക ഇട്ട മീനില്ലാത്ത മീൻ കറി. ഓക്കെ, കോവയ്ക്ക തോരൻ, ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കിയ ഇഞ്ചിക്കറി, ഇഞ്ചിപ്പുളി. ഓക്കെ, അവർ ഓൺ പപ്പടം, പൊപ്പിക്കൽ മീൻ. ഒരു 5 ഈ ചെങ്കലവ എന്ന് പറഞ്ഞ മീനിന് 50 രൂപ. അതുകൊണ്ട് 5 എണ്ണമേ വാങ്ങുള്ളൂ. ഇതിനെ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് ഇങ്ങനെ ഈ കറിയും കൂടെയൊക്കെ ഒഴിച്ച് ഇങ്ങോട്ട് കഴിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഓരോ വെണ്ടയ്ക്കയും ഓരോ പീസ് നെമ്മീനാണെന്ന് കണക്കാക്കുക. നെമ്മീനാണെന്ന് അങ്ങോട്ട് സങ്കല്പിക്കുക, അങ്ങോട്ട് കഴിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ റെസിപ്പി കംപ്ലീറ്റ് ഞാൻ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ദിവസമെങ്കിലും പ്ലീസ് ഒന്ന് വെച്ച് നോക്കുക. ഈ ഒരു കോമ്പിനേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയുക. 1-2 പേര് എനിക്ക് ഞാൻ ഇന്നലെ 2 ദിവസം മുന്നേ ഇന്നലെ ഇട്ട അപ്പോൾ ഉരുളക്കിഴങ്ങറി രാത്രി ഒരു ഫ്രണ്ട് അതേ സെയിം ഉരുളക്കിഴങ്ങറി വെച്ചിട്ട് അപ്പം ഉണ്ടാക്കി എനിക്ക് ഫോട്ടോ ഇട്ടു. ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടാ അത് കണ്ടപ്പോഴേ. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ തൽക്കാലം നമ്മൾക്ക് ബൈ പറയാം. വെറൈറ്റി കണ്ടന്റുകളുള്ള വീഡിയോകൾക്കായിട്ട് ഞാനും ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള വീഡിയോകളുമായിട്ട് വരാൻ ശ്രമിക്കാം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് തരിക. ഓക്കെ, അടുത്തൊരു വീഡിയോയുമായി വരുന്നത് എല്ലാവർക്കും ബൈ.